ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ പെട്ടത്. 3 മില്യൺ ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത്. നമ്മൾ ആ ഒരു വീഡിയോയിലെ സെയിം രീതിയിലാണ് നമ്മളും ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആ ഒരു വീഡിയോയില് അവർക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന്. അപ്പൊ അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സെയിം രീതിയിലുള്ള റിസൾട്ട് ആണോ എനിക്ക് ട്രൈ ചെയ്യുമ്പോൾ കിട്ടുക എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 മില്യൺ ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത് ഉഴുന്നുപരിപ്പാണ്. അത് ഞാനിവിടെ ഒരു 2 സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. അവർ എടുത്തിരിക്കുന്ന ആ ഒരു സെയിം രീതിയിലാണ്, സെയിം അളവിലാണ് ഞാൻ ഇവിടെ എല്ലാതും എടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ്. പച്ചരി അതേപോലെ തന്നെ ഉഴുന്ന പരിപ്പ് എടുത്തതിൻ്റെ അതേ സെയിം അളവിൽ 2 സ്പൂൺ എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതാ ഇവിടെ ഞാൻ ഉഴുന്ന് പരിപ്പും പച്ചരിയും കൂടിയിട്ട് ഒരുമിച്ച് ഒരേ അളവിൽ എടുത്തിട്ടുള്ളത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. പൊടിച്ച് കഴിയുമ്പോൾ ഇതേപോലെ തരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ഞാനിവിടെ അരിച്ചിട്ട് ആ ഒരു ഫൈൻ പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ പൊടിച്ചത് മുഴുവനും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ ഈ പൊടിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ 1 സ്പൂൺ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്കിത് മാറ്റി വെക്കാവുന്ന കേട്ടോ. ബാക്കി ഈ പൊടിച്ച പൊടിയിലേക്ക് ഞാൻ 1 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ. ആൻഡ് ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് തൈരാണ്. 1 സ്പൂൺ തൈരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പാലാണ് യൂസ് ചെയ്യേണ്ടത്. പാൽ എങ്ങനത്തെ പാൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. മുഴുവനായിട്ടും ഒഴിച്ചിട്ട് എന്താ പറയുക, മിക്സ് ചെയ്യാതിരിക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടി കട്ട കുത്തി കേടായി പോവും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നല്ല പേസ്റ്റ് രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമായി പോവാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാവാനായിട്ട് പോവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ പാക്ക് നിൽക്കാനായിട്ട്. ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാം. എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് പാക്ക് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. ആ വീഡിയോയിൽ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കയ്യിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അങ്ങനെ കയ്യിലാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്യണം. ഈ ഒരു പോർഷൻ്റെ അവിടെ നിന്ന് ബാക്കി ഭാഗത്തേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എന്നാലല്ലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താ പറയുക റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കൈൻ്റെ എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ ഒഴിച്ചിട്ട് ഇത്രയും ഭാഗമാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. നല്ല കട്ടിയിൽ തന്നെയാട്ടോ ഞാൻ പാക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നല്ല കട്ടിയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഉണങ്ങാനായിട്ട് അത്യാവശ്യം സമയം എടുക്കും. ഇനി നമുക്ക് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം ഞാൻ എന്താണെന്ന്. അപ്പോൾ ഇത് പാക്ക് നമ്മളത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഞാനൊരു 11:30 ഇട്ടിട്ട് 1 മണി കഴിയാറായിട്ടുണ്ട് കേട്ടോ. അത്രയും നേരം ഡ്രൈ ആവാനായിട്ട് ടൈം എടുത്തു. നിങ്ങൾ കട്ടിയിൽ ഇടുവാണെങ്കിൽ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. കാരണം ഇത് ഡ്രൈ ആവാനായിട്ട് ഒരുപാട് നേരം എടുക്കും കേട്ടോ കട്ടിയിലിടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ കൈ വാഷ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതേപോലെ ലൈവായിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇതേപോലെ പാത്രത്തിൽ എടുത്തിട്ട് ഞാൻ നല്ലോണം കഴുകുന്നുണ്ട്. കഴുകാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ല ഡ്രൈ ആയത് കാരണം അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് എത്ര കഴുകിയിട്ടും ഇളകി വരുന്നില്ല. സാധനം ഞാൻ മാന്തി പൊളിച്ചെടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. കാരണം വരുന്നില്ല സാധനം. അത്രയ്ക്ക് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഞാൻ നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ടാണ് പാക്ക് റിമൂവ് ചെയ്യണത് കേട്ടോ. നഖത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ല പണി ഉണ്ടായിരുന്നു. അത്യാവശ്യം ടൈമും എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാതും ഞാനിതാ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ട് ലൈവായിട്ടുള്ള റിസൾട്ട്. ഇതാണ് എൻ്റെ റിസൾട്ട് വന്നിട്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയും കേട്ടോ. അവരുടെ ആ വീഡിയോയിൽ നല്ല വെളുത്തിട്ട്, അതായത് ഇങ്ങനെ വെള്ളപ്പാണ്ട് പിടിച്ച പോലെ വെളുപ്പ് വരുന്നതാണ് അവരുടെ വീഡിയോയിൽ റിസൾട്ട്. പക്ഷേ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ ഇട്ട ആ ഒരു കയ്യിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അല്ലാണ്ട് വേറെ ഒരു ഡിഫറൻസും എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി സ്മൂത്ത് ആയ പോലും സോഫ്റ്റ് ആയ പോലും തോന്നുന്നുണ്ട്. ചെറിയൊരു കളർ വെച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ്. അല്ലാണ്ട് വേറെ ഒരു ഡിഫറൻസും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ളത് നിങ്ങൾ പറയട്ടോ. ആ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ഭയങ്കരമായിട്ടുള്ളൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. ചെറിയൊരു
എന്താ പറയുക ബ്രൈറ്റ്നസ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും എനിക്ക് പറയാനായിട്ടില്ല ഈ ഒരു പാക്കിലിട്ടാ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഇതേപോലെ കാണുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.